അവിടെ വീശുന്നുണ്ടോ? അവിടെ വീശുന്നുണ്ട്, പോരുന്നുണ്ട്. ആണോ? വീശുന്നുണ്ടോ അച്ഛാ? അച്ഛൻ വീശാൻ പോയില്ലേ? ഹായ് ഫ്രണ്ട്സ്, അപ്പാപ്പയാണ്. അപ്പം അച്ഛാ അവിടെ വീശാൻ പോണം. അല്ല വീശാൻ പോവല്ല, വീശുകാരുടെ വീഡിയോ എടുക്കാൻ പോണം. അവൻ നമ്മളെ ഇന്നിപ്പം നല്ല മഴയുണ്ട് കേട്ടോ, പണിക്ക് പോകാൻ പറ്റിയില്ല. അപ്പം അവിടെ നമ്മളെ വീശുന്നുണ്ട് അവർ. അപ്പം നമ്മളിപ്പോൾ അങ്ങോട്ട് പോവാ കേട്ടോ. അപ്പം നമ്മളിപ്പം പോണത് നമ്മുടെ ആലപ്പുഴ പള്ളാത്തുരുത്തി പാലത്തിൻ്റെ കിഴക്ക് വെച്ചാൽ കേട്ടോ. പള്ളാത്തുരുത്തി പള്ളി അവിടുത്തെ മോട്ടോർ അറിയാം. അപ്പോൾ അവിടെയൊക്കെ ഇപ്പം പാടത്തെ വെള്ളം പറ്റിച്ചുകൊണ്ടിരിക്കുക. പാടത്തെ വെള്ളം പറ്റിച്ച് ഈ അകത്തെ പാടത്തു നിന്ന് പുറത്തോട്ട് വെള്ളം തള്ളിപ്പോകുമ്പോഴാണ് മറ്റേ ആറ്റിക്കിടക്കുന്ന പൊടിമീനൊക്കെ സൈഡിലേക്ക് വരുന്നത്. അപ്പോഴാണ് വീശുന്നത്. സൗണ്ണ വായമ്പ അല്ലേ? വായമ്പ് വായമ്പ്. കാരണം അത് ചെളിയാണല്ലോ അതിൻ്റെ അകത്ത് മുഴുവനും. ബക്കറ്റിൻ്റെ അകത്ത് ഇതെല്ലാം സിലോപ്പിക്കുന്നായിരുന്നു. ഇത് പൊടി സിലോപ്പിയ കേട്ടോ. ഈ പൊടി സിലോപ്പി ഒന്നും എടുക്കത്തില്ലേ, ഇതെല്ലാം കളയുമല്ലോ അണ്ണാ. അതെ, ചെറിയ സിലോപ്പി എല്ലാം കളയുക കേട്ടോ. ഇതെല്ലാം കളയുക. ഇത് വയമ്പ് മാത്രം എടുക്കുന്നുള്ളൂ. വയമ്പ്, ചെറിയ വയമ്പും കളയുന്നുണ്ട് കേട്ടോ. വെള്ളത്തിൽ വാ 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 അല്ല വീശാൻ പോവാണോ? ഇതത് മുരച്ച് മാത്രമേ ഉള്ളല്ലോടാ. ഇത് മുരച്ച് മാത്രം തിരിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പൊ സാവ് പോകാൻ ഒരു വീശി തകർക്കാൻ പോവാട്ടോ. സൈഡിൽ ഉടക്കുണ്ട്. കമ്പി ഉണ്ടല്ലേ? ഏറ്റവും പ്രശ്നം അതാണ്. കോല കോല കോലയുണ്ടത്. ഇത് വിറപ്പനാണ്, വിറപ്പൻ. അതാ വിറയ്ക്കുന്നത്. ആ ചൂട്, നല്ല ചൂട്. കുമാരൻ കേട്ടോ, തകർക്ക് തകർത്ത് വാരിക്കും കേട്ടോ. ഇത് പള്ളത്തി പോലുമാണ്. പള്ളത്തി ആ പള്ളത്തി ഒന്നും കാണിക്കണമല്ലോ. പള്ളത്തി നിൽക്കുക കേട്ടോ. പള്ളത്തി ഈ സൈഡ് വഴി ഒതുങ്ങി ഇങ്ങനെ മതി. കയറുന്നുണ്ടോടാ? കയറുന്നുണ്ട്. അത് വലക്ക് നീളമില്ലാത്തതുകൊണ്ട് കേട്ടോ. തിരിച്ചിറങ്ങുന്നുണ്ട്. ഇതാണ് അവിടെ ഇപ്പം മെച്ചട്ട് ഇപ്പം കിട്ടിയ വെള്ളത്തിയത്. അതെ, എവിടെ പോകുന്നു? ഇവരൊക്കെ പഴയ വീശുകാരൊക്കെ കേട്ടോ. ഇപ്പം വയ്യാത്തത് കാരണം. അതെ
കുമാരൻ ചേട്ടൻ ഇവിടെ വീശുന്നു, സാബു കൊണ്ടൻ അവിടെ വീശുന്നു. അപ്പം നമ്മളെ ഈ കറിക്കുള്ള മീന് വേണ്ടിയാണ് വീശുന്നത് കേട്ടോ. പിന്നെ കൂടുതലുണ്ടെങ്കിൽ ഒരു വിൽക്കുന്നുണ്ട്. അപ്പം രാവിലെ തന്നെ ഈ പൊടിമീനൊക്കെ ആർക്കെങ്കിലും വേണമല്ലേ, വയമ്പ് പരല് പള്ളത്തി ആർക്കെങ്കിലും വേണേ പള്ളാത്തുരുത്തി പാലത്തിൻ്റെ കിഴക്കേക്കര പടിഞ്ഞാറെന്ന് വരുമ്പോൾ എങ്ങനെ പറയും, ഇവിടെ റൈറ്റ് സൈഡിലെ മോട്ടറിൻ്റെ അവിടെ വരണം. അപ്പം നമുക്ക് പൊടിമീനും ഇതിനകത്ത് മൊത്തം തിരുവപ്പിന് അണ്ണം വയമ്പും ഇല്ലേ സാവണ്ണും മലയായിട്ട് വരുന്നുണ്ടേ. പോട്ടെ 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 പോട്ടെ. സാവണ്ണം വീശി അടിച്ച് ഇപ്പം വീശി അടിച്ചാൽ എന്നാ വിറപ്പനാണല്ലോ അണ്ണ. ഇത് നല്ല വലിയ വിറപ്പനല്ലേ ഇത്. ബാക്കിയൊക്കെ പൊടിയാ. നമ്മള് അവര് 4 വീതം നമുക്ക് 1 വീതാണ്. ഇവിടെ വീശാൻ വരുന്നുണ്ടെ നമ്മളെ ഡ്രൈവർ സാറിനൊന്ന് കാണണം. പുള്ളി മോട്ടർ ഓടിച്ചാലേ ഇവിടെ വീശ നടക്കത്തുള്ളൂ. മോട്ടർ ഓടിച്ചാലേ മീൻ എടുക്കത്തുള്ളൂ. അതാ പറഞ്ഞ കേട്ടാ. പുള്ളിയാണ് നമ്മുടെ ദൈവം. ഈ സമയത്തെന്നൊക്കെ പറയാം. അതെ, ഡ്രൈവർ സാറ് മോട്ടർ ഓടിച്ചാലേ ഈ വീശിയ മീൻ കിട്ടത്തുള്ളൂ കേട്ടോ. അല്ലാതെ ചുമ്മാ ഈ മോട്ടറിന്റെ അവിടെ വന്ന് വീശിയ മീൻ കിട്ടത്തില്ല. ഹെവി സിലോപ്പി ഉണ്ട് കേട്ടാ, വലിയ സിലോപ്പി. ഇത് തങ്കീസ് പോലെയാണല്ലോ കുമാരൻ ചേട്ടാ. ഇത് ഇത്രയും ചെറിയ കണ്ണിയുടെ വലയായിട്ട് വീശാൻ വരാവുള്ളൂ കേട്ടോ. എന്നാലേ നമുക്ക് ഈ ഇവത്തൊന്നും വയമ്പൂരി പോലെ ഇതിൻ്റെ ചെറിയ കണ്ണിക്കേ വീശാവുള്ളൂ. എന്നാലേ നമുക്ക് വയമ്പും ഒക്കെ കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ വലിയ ടൈപ്പ് പള്ളത്തി, ഈ വലുപ്പത്തിലുള്ള പള്ളത്തിയൊക്കെ കിട്ടും ഈ വല വീശി. പെരിയാറിന്റെ മീൻ ചത്തു പോകുന്ന കണ്ടില്ല, അവര് വെള്ളം മാലിന്യ വെള്ളം അടിക്കും. ഇല്ല ഞാൻ കണ്ടില്ല. ഞാനിങ്ങനെ അറിഞ്ഞായിരുന്നു, വാർത്ത കണ്ടായിരുന്നു. കാണാനും മാത്രം മീനെല്ലാം ചത്തു അല്ലേ. കോടികളുടെ ഇതാണ് പെരിയാറിന്. കമ്പാവലയൊക്കെ ഇട്ടിട്ടുണ്ട്, അതെല്ലാം വളർത്തു മീനുണ്ട്, എല്ലാം ഉണ്ട്. അതെല്ലാം ചത്തുപോയി. എടാ ഇത് എത്ര 5 മുഴവാ ഈ വല? 5 മുഴം. അജിയെ അക്കരെ പള്ളത്തി എടുത്തു വേണം. അക്കരെ ദേവസംഗൂരിലാണോ അതോ കുറുവപ്പാടത്താ? കുറുവപ്പാടത്ത് ആണോ? അപ്പൊ നമ്മുടെ അക്കരെ കുറുവപ്പാടം, അതിൻ്റെ കൂടെ അപ്പുറം ദേവശങ്കരിപ്പാടം. ഇവിടെ എല്ലാം പള്ളത്തി കോരുന്നുണ്ട് കേട്ടാ. ഞാൻ അങ്ങോട്ടും പോയി കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അപ്പുറത്തെ പാടത്തോട്ട് പോകും. ഈ പള്ളാത്തുരുത്തി പാലത്തിൻ്റെ പടിഞ്ഞാപ്പുറം തന്നെ പോകും. അവിടെ പള്ളത്തി കോരുന്നുണ്ട്, അത് കാണിച്ചു തരാം. ആണോ? ഇഷ്ടംപോലെ ആണോ? ആണോ? അങ്ങ് നമുക്ക് അപ്പുറത്തോട്ട് പോയേക്കാം. നമ്മളിപ്പം വീശുന്ന കണ്ടത് പള്ളാത്തുരുത്തി പാലത്തിൻ്റെ കിഴക്കേക്കര കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് പടിഞ്ഞാറക്കര 2 മോട്ടോർ അറയുണ്ട്. നമുക്കിപ്പം ഇനി പടിഞ്ഞാറക്കരയിലാണ് നമുക്ക് പോകേണ്ടത്. പടിഞ്ഞാറക്കരയ്ക്ക് പോവാ. അവിടെ അവര് പള്ളത്തിൽ കോരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങോട്ട് പോവാ. അങ്ങോട്ട് വിട്ടേക്കുവാ. അപ്പൊ നമ്മളിപ്പോഴേ ഇതല്ല ലാപ്പാടമാണ് കുറുവപ്പാടം.
നമ്മുടെ പള്ളാത്തുരുത്തി പാലമാണ് ഇത്. ഈ പാലത്തിൻ്റെ നടുക്കൊന്ന് നമ്മൾ കാണുന്നതാണല്ലോ, അത് കുറുവപ്പാടം, ഇത് ദേവസിംഗേരി പാടം. അപ്പോൾ ഇവിടെ രണ്ടിടത്തും ഇപ്പം പള്ളത്തി കോരുന്നുണ്ട്. ചെറിയ വട്ടവല വെച്ച് പള്ളത്തി കോരുന്നുണ്ട്. അപ്പം ആർക്കെങ്കിലും അതായത് നമ്മളെ ഇവിടെ വരാൻ സൗകര്യമുള്ളവരാണെങ്കിൽ ഒരു ചെറിയൊരു വട്ടവലയായിട്ട് വന്നാൽ പള്ളത്തി കോരിക്കൊണ്ട് പോകാം. അപ്പം ചെറിയൊരു വെയിലും മോട്ടർ ഓടുകയും വേണം. അല്ലാതെ അപ്പാപ്പി പറയുമെന്നും പറഞ്ഞൊരു വട്ടവലയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല. കിട്ടാതിരുന്നിട്ട് അപ്പാപ്പി എന്ത് കള്ളത്തരവോ പറഞ്ഞാൽ എന്നൊന്നും ചോദിക്കല്ല്. അപ്പം ഇവിടെ ഈ പള്ളാത്തുരുത്തിയും കുറുവപ്പാടത്തും നിങ്ങൾക്ക് വന്നാലും കരയ്ക്കുള്ള മീൻ പിടിച്ചുകൊണ്ട് പോകാം. അപ്പം അവിടെയും പള്ളത്തി കോരുന്നുണ്ട്, ഇവിടെയും പള്ളത്തി കോരുന്നുണ്ട് ഈ ഭാഗത്ത്. അപ്പം നമുക്കിപ്പോൾ ആ തറയിലൊന്ന് പോയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്കും മീൻ വേണം, മീൻ പിടിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒരു വട്ടവല വീശുവലയായിട്ട് വന്നാൽ നിങ്ങൾക്കും കരയ്ക്ക് കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെയും പള്ളത്തി ഉണ്ട് കേട്ടോ, പക്ഷേ ഇവിടെ പള്ളത്തി കൂരുകാരില്ല. പള്ളത്തി ഇല്ല, ആ മൂലയ്ക്ക് ഇല്ല. അണ്ണനൊക്കെ പള്ളത്തിയും കോരിയേച്ചും പോവുക കേട്ടോ. ഇത് ആ സൈഡിൽ നിൽക്കുന്ന പള്ളത്തി വേണ്ട. അണ്ണാ ഇത് ക്യാമറ ഇല്ല, അത് കണ്ട ആ പള്ളത്തി അതൊന്ന് കാണിക്കാൻ മാർഗമില്ലല്ലേ അകത്ത്. നമ്മളെ ശാർങ്ങഞ്ചേട്ടനാ കുഞ്ഞിലെ മുതലേ നമ്മുടെ അച്ഛനും ഇവരും എല്ലാവരും ഒന്നിച്ച് മീൻ പിടിക്കാൻ പോയിക്കൊണ്ടിരുന്ന. ഇപ്പം പോണില്ല. ഇപ്പം അത്യാവശ്യം കരയ്ക്കുള്ള മീനൊക്കെ വീശി പിടിച്ചോണ്ട് നടക്കുന്ന. അല്ല അത് ഇപ്പം വന്നിട്ട് കുറച്ച് നേരമല്ല, വന്നിട്ട് ഇതേ ഇത് എന്തോ ആ ഇതേ ഇപ്പം സിലോപ്പി മുരച്ചു വെക്കും. അപ്പം ഇവിടെ കോരുകാരില്ല, പക്ഷെ ഇവിടെ സിലോപ്പി ഇപ്പുണ്ട് കേട്ടോ. ഞാൻ സിലോപ്പി അല്ല, വള്ളത്തിൽ ഇപ്പോട്ട് കാണിച്ചു തരാം. മുണ്ടെല്ലാം അഴുക്കാവുമല്ലോ. നിൽക്കുന്നുണ്ടോ വള്ളത്തിൽ നിൽക്കുന്നുണ്ടോ? അല്ല വള്ളത്തിൽ ഇതാണ് നമ്മുടെ മഴ സമയത്ത് ഈ കുട്ടനാട്ടി ഊത്തിളകുക എന്ന് പറയുന്ന ഇതാണ് കേട്ടോ. ഇത് വലിയ റിസ്ക് എടുത്താണ്, കാരണം ഇവിടെ കോരാൻ പറ്റത്തില്ല. ഇവിടെ ഇപ്പോൾ ഈ പെട്ടി ഉറപ്പിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇത് ബണ്ട് നല്ലപോലെ ഉറച്ചിട്ടില്ല, അതാണ് അവിടെ പള്ളത്തിൽ ഇപ്പോൾ ഉണ്ട്. അപ്പം നമ്മുടെ ഇതാണ് പള്ളാത്തുരുത്തി പാലത്തിൻ്റെ ഇപ്പുറ സൈഡിലുള്ള പാടം കേട്ടോ, കുറുവപ്പാടം. അപ്പോൾ ഏറ്റവും കൂടുതൽ പള്ളത്തിയും വയമ്പും എല്ലാം പിടിക്കുന്നതിൽ അപ്പുറത്തെ പാടമോ ദേവസിംഗേരി പാടം. അപ്പം നമുക്ക് അങ്ങോട്ടൊന്ന് പോയി അത് കാണിച്ചു തരാം. പിന്നെ നല്ല മഴക്കാറുണ്ട്, ഇപ്പം മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ട്. നമ്മളെ ഈ പടിഞ്ഞാറ് സൈഡിലും പാലം പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇവർ എല്ലാവരും നമ്മൾ ഈ ചില സ്ഥലത്ത് കൂടുണ്ടാക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ, എന്ന് പറയുന്നതാണെങ്കിൽ ഈ വലിപ്പമുള്ള കൂടുണ്ടാക്കുന്നവരൊക്കെ ഉണ്ട്. വലിയ വലിപ്പമുള്ള കൂടൊക്കെ വലിയ പരുത്തിക്കാടുകൾക്കാണ് വെക്കുന്നത്. അല്ലാതെ നമ്മൾ സാധാരണപ്പെട്ട ഒരു ചെറിയ ചാനലൊക്കെ വെക്കാനായിട്ട് ഇത്രയും വലിയ കൂട് വെച്ചാലൊന്നും മീൻ കയറത്തില്ല കേട്ടോ. അപ്പം വലിയ കൂടിൽ കാര്യമില്ല, ചെറിയ കൂടാണെങ്കിലും പരിപാടി കിടക്കും. അപ്പം ഞാൻ പറഞ്ഞ ഇത് പള്ളാത്തുരുത്തി പാലമാണ് കേട്ടോ. പള്ളാത്തുരുത്തി പാലം താഴെയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മീൻ പിടിക്കാൻ വരാനൊരു അവസരമാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇതിവിടെ ഒരു മോട്ടോറുണ്ട്, ഈ മോട്ടോറാണ് പള്ളത്തി കോരും. ഉടക്കോലായിട്ടൊരു വല്ലതും ഉണ്ടോ? ആ എന്തായി പള്ളത്തി വയമ്പ് കോല പൂജണ അപ്പുറം കുറുവപ്പാടത്തിന്റെ മോട്ടോർ ആ പുളിവെള്ളം ആയതുകൊണ്ട് അവിടെ ഇറങ്ങുന്നത്. നോക്കിയ പള്ളത്തി കോരുകാരാ. ഇതാണ് കേട്ടോ പള്ളത്തി കോരുവാ.
ടൈപ്പാ വരുന്നത്. സന്ദീപ് ബ്രോ, നീ ഒരുപാട് നേരമായിട്ട് വിട്ടിരിപ്പോട്ടാ. ഏട്ടാ എന്നെ വിളിച്ചില്ലല്ലോ. ഇല്ല, പോയില്ല. ഇന്ന് വിളിക്കണ്ടായിരുന്നു ഇയാള് രാവിലെ തൊട്ട് ഇവിടെ. ആ ഏട്ടാ എന്താ വിളിക്കായിരുന്നു? കണ്ടറിയായിട്ട് കൊച്ചേട്ടാ, ഈ കൊച്ചേട്ടൻ കോരുന്ന അതേ ടൈപ്പ് കണ്ണി വലയായിട്ട് വരല് കേട്ടാ, അത് ഊരിപ്പോവും. നമ്മളെ സഹോദരനാ കേട്ടാ, നമ്മളെ ഇറങ്ങി മീൻ പിടിക്കാൻ പൊയ്ക്കൊണ്ടിരുന്ന ആളാ, ഇപ്പം പള്ളത്തിൽ ഊരി നടക്കുക. നമ്മളാ സെയിം പണി ചെയ്യുന്ന ഒതുക്കുന്നതാണ്. രാജണ്ണ മീൻ മേടിച്ചില്ല? പിന്നെ അല്ലേ വാ. ഇതാണ് പള്ളോട്ടി. ആയിരക്കൊള്ള അതെ. ഹലോ, വള്ളത്തിൽ മേടിച്ചാ? അതിനകത്ത് നമ്മളത് അപ്പം പൊടിമീൻ വേണമെങ്കിൽ ഈ പള്ളാത്തുരുത്തി വരണം കേട്ടോ. പള്ളാത്തുരുത്തി മോട്ടോറായി പരല് വള്ളത്തി പിന്നെ സിലപ്പി കുഞ്ഞാരി. അവളോട് പറ കേട്ടാ, ഞാനവളോട് ഒന്നിച്ച് പഠിക്കാം. വള്ളത്തി സമ്മതിക്കത്തില്ല. വേണ്ട, വേറെ പരിപാടിയുണ്ട്. എന്താ പറയാ, ഇവര് പൈസ വന്നിട്ടുണ്ട്. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്. കോരുകാരുടെ എണ്ണം നോക്കുക. കിട്ടിയാ? കിട്ടിയാ? ഇല്ല, കിട്ടിയില്ല. കിട്ടിയില്ല. അല്ല കിട്ടും, വെയിറ്റ് ചെയ്യണോ? അല്ല എന്താണ് ഉടക്കുപോലെ അതിൻ്റെ അത് വീഴുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ മൂപ്പ് കിടപ്പുണ്ട് കേട്ടാ, ഉടക്കോലെ വീണ്. വലിയ വള്ളത്തെ എല്ലാം ഉടക്കുവാണല്ലോ. പക്ഷേ ഇവിടെ ഉടക്കുക ഞാനാണല്ലോ കുറ്റം.
മീനില്ല. അതൊരു നാക്കുണ്ട് വെറുതെ പോയി അല്ലാതിരിക്കും. ഞാൻ ഒരു പോരി വെക്കണം. അല്ലത് അവിടെ മറിച്ചിട്ട് വരും അന്നേരം കുറവ്. വെള്ളത്തിൽ അപ്പൊ ആർക്കെങ്കിലും പൊടിമീൻ വേണമെങ്കിൽ പള്ളാത്തുരുത്തിക്ക് വരണം അല്ലേ? പള്ളാത്തുരുത്തി വരണം. പറ്റിക്കാൻ പറ്റിയ സാധനം. അതെ, പറ്റിക്കാൻ പറ്റിയ സാധനം. പള്ളത്തിയും പരലും ഇവിടെ പള്ളത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ആ വള്ളങ്ങൾ വന്ന് ലോക്കായി ഇറങ്ങി പോകാൻ പറ്റും. ഇറങ്ങിക്കൂടെ വിടവുണ്ടാവും. ഞാൻ ഇപ്പൊ നോക്കിട്ട് സാധനം കാണുന്നില്ല. അങ്ങനെ നോക്കട്ടെ. മാറുന്നുണ്ട്. നമ്മളിപ്പം ലാലപ്പാണ് എടുക്കുന്ന ഇപ്പം 100 രൂപയുടെ വെള്ളത്തിൽ എടുക്കുന്നത് കേട്ടോ. വീഡിയോ ഒക്കെ ഇരുന്നോട്ടോ ചുണ്ടത്ത്, കുഴപ്പമില്ല. എന്നാ വീഡിയോ വലിക്കല്ലെണ്ണ ശ്വാസകോശം 100 രൂപയുടെ വെള്ളത്തിൽ എടുക്കുന്നത്. 100 രൂപയുടെ വെള്ളത്തിൽ കണ്ടോ. അപ്പം നമ്മള് ഇതേ സമയത്ത് ഇത്രയും കിട്ടത്തുള്ളൂ കേട്ടോ. 100 രൂപയുടെ വെള്ളത്തിൽ എന്ന് പറയുമ്പോൾ കുറഞ്ഞെന്ന് പറയത്തില്ല. ഈ സമയത്തൊക്കെ അത്ര ഈ സമയം ആയതുകൊണ്ടാ കേട്ടോ സുമേഷ്. ഈ സമയം ആയതുകൊണ്ടാ വെള്ളത്തിൽ അത്രയും. അല്ല ഇല്ലേ പറഞ്ഞില്ലെങ്കിലേ മീനില്ലാത്ത സമയത്ത് ഇത്രയും ചോദിക്കും ഇല്ലേ? മീൻ ഇല്ലായിരിക്കുന്ന സമയത്ത് അയ്യോ ഇന്നലെ 100 രൂപയ്ക്ക് വന്ന് ഇന്ന് 200 ആയെന്ന് പറയരുത്. കാരണം അതിൻ്റെതായ കട്ടപ്പാടുണ്ട്. ഇല്ല കുറഞ്ഞൊന്നുമില്ല. പിന്നെ ന്യായമായിട്ടല്ലേ മീൻ കൊടുക്കും. നമ്മളൊരു വട്ടവല ഉണ്ടാക്കുക, ഇതിനൊരു വട്ടം വെക്കുക, കരച്ച് പിടിക്കുക. നിങ്ങൾ ആദ്യമായിട്ടല്ലേ ഈ പള്ളത്തിൽ പോരെ അല്ലേ? ഇതാണ് 100 വല കോരിയപ്പോൾ ഇതേ കണക്കൊരു 10 വല കോരാൻ നേരത്ത് നമുക്ക് കരക്കുള്ളയാവും. ഇത് എന്നാ പള്ളത്തിൽ 10 വല വേണ്ട, 2 വല മതി. അതെ. വലിയ മീനെല്ലാം മുങ്ങിപ്പിടിച്ചോണ്ടിരിക്കുന്ന ആളായിരുന്നു പുള്ളി. ഇപ്പൊ കരക്ക് മുങ്ങുക. ഇപ്പൊ കരക്ക് കിടന്ന് മുങ്ങുക, വെള്ളത്തിൽ പിടിക്കുക. കാരണം ഇനി നമുക്ക് പുറത്തിറങ്ങി വല വെക്കാൻ പോകാനുള്ള മാർഗമില്ല. കാരണം മഴയായി എല്ലാം ആയത് കാരണം നമുക്കിപ്പം ഇനിയിപ്പം 2 മാസം കഴിഞ്ഞാലേ നമുക്ക് പണിക്ക് പോക്ക് നടക്കത്തുള്ളൂ അല്ലേ കൊച്ചേട്ടാ? അത് വേറെ ഈ പള്ളത്തിൽ കോരി ആയാലും ആർക്കിലോ 10-100 രൂപയ്ക്ക് വിറ്റിട്ട് വേണം വീട്ടിലെ കാര്യങ്ങൾ കഴിഞ്ഞു പോകാൻ അല്ലേ? എങ്ങനെ പോകുന്ന ഞങ്ങൾക്ക് തന്നെ ഒരു പിടിയില്ല. അതെ, അതാണ് ദുരിതമായി. പള്ളത്തിൽ ഇപ്പം സൂര്യവത്ത് കൊച്ചേട്ടൻ്റെ ബാഗിൻ്റെ അകത്തായി കേട്ടാ, പനക്കകത്തായി. കൊച്ചേട്ടൻ പൊക്കുമ്പങ്ങ കൊച്ചേട്ടൻ ഒന്ന് കാണിക്കാം. വേണ്ട അപ്പോൾ ഇവിടെ പള്ളത്തിൽ കോരാനും വയമ്പ് പിടിക്കാനും എല്ലാത്തിനും ആളുണ്ട്. അപ്പം ഞാൻ വീട്ടിൽ വന്നിട്ട് നമ്മുടെ മക്കളുമായിട്ടൊന്ന് വരും കേട്ടോ പള്ളത്തിൽ പിടിക്കാനായിട്ട്. അപ്പം അല്ല സൂചിയെണ്ണം വീശുവാ.
ബാവുണ വന്നതല്ല വന്നതല്ല അണ്ണന്റെ തെളിവ് പോലെയല്ലേ? തെളിവ് പോലെ അടിച്ചു കഴിഞ്ഞാൽ സിലോപ്പി കുഞ്ഞല്ലേ കിട്ടത്തുള്ളൂ. നമ്മളെ ഇതേ ടൈപ്പ് കണ്ണിയുള്ള വലയായിട്ട് വീശാൻ വന്നിട്ട് കാര്യമില്ല കേട്ടാ. സിലോപ്പി കുഞ്ഞേ കിട്ടത്തുള്ളു. പറ്റു വലയായിട്ട് പറഞ്ഞ എന്നാലേ നമുക്ക് വള്ളത്തി എന്തെങ്കിലുമൊക്കെ കിട്ടത്തുള്ളൂ അല്ലേ അണ്ണാ? സനീഷ് ബ്രോ വന്നേ ഉള്ളൂ. മീൻ പിടുത്തക്കാരുടെ ബഹളമല്ലേ ഇപ്പൊ? വള്ളത്തിൽ പിടുത്തക്കാരുടെ ബഹളം. അപ്പാപ്പയുടെ ഒരു ഫ്രണ്ട്സാണ് കേട്ടോ. നമ്മുടെ ചേട്ടാ കേട്ടാ ഇത്. അപ്പാപ്പയുടെ ഫ്രണ്ട്സും എൻ്റെ അനിയനുമാണ്. അപ്പം വീട് വരെ പോകും. അപ്പം വീട് വരെ പോയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഞാനും പിള്ളേരും കൂടെ ഒരു രസത്തിന് വരും. അപ്പം നമ്മളെ ചേട്ടായിങ്ങളെ വരുന്നുണ്ട് കേട്ടാ. ചേട്ടായും പള്ളത്തിൽ കോരാനായിട്ട് വരുവാ. വലിയ സ്രാങ്ക. ലീവാണോ ചേട്ടാ ഇന്ന്? അതോ പണിയുടെ ഇടയ്ക്കാണോ? ലീവാണോ? ഓ ലീവ്. അപ്പം അപ്പാപ്പിയുടെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അപ്പാപ്പിയെ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. മോട്ടറുണ്ട്. അപ്പുറമൊക്കെ പുളിവെള്ളം ആയതുകൊണ്ടേ മീൻ അടുക്കുന്നില്ല. കല്ലേ മുട്ടി കേട്ടാ. മോനെ അവിടെ 2 കിറ്റ് ഇടണം കേട്ടാ. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചു നേരം ചെന്ന് കഴിയുമ്പോൾ അവൻ ആ കിറ്റ് അടിച്ച് കീറും. ഒരു കിറ്റ് പോകുന്നത് അതിനകത്തോട്ട് ഇറക്കിയാൽ മതി. കരിമീനെക്കാട്ടിയും ടേസ്റ്റുള്ള മീനാണ് കേട്ടാ. ചെമ്പല്ല് നല്ല വറുക്ക, നല്ല മുട്ട. കൊമ്പ് ഓടിച്ചോ? കൊമ്പ് ഓടിച്ചേ കുഴപ്പമില്ല. കൊമ്പ് ഓടിച്ചില്ലെങ്കിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതേ കിടക്കും ചെമ്പല്ലി. കണ്ടല്ലോ. നിങ്ങൾ മീൻ പിടിക്കുന്നു? ഞാൻ ഇപ്പഴാണ് ഞാൻ വിട്ടേക്കുവാ. അപ്പം ഈ മീൻ പിടിക്കാൻ ആഗ്രഹമുള്ളവർ കാണും. കാരണം ചൂണ്ടയിൽ ഒരു മീൻ ഉടക്കുമ്പം കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. എന്ന് പറയുന്ന പോലെ ഒരു ചെറിയൊരു വട്ടവലയായിട്ട് വന്ന് ഒന്ന് കോരി നോക്കും. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ, അത് പ്രത്യേകിച്ചും കുട്ടികളെ കൊണ്ടുവരാതിരിക്കുക. കാരണം വെള്ളമൊക്കെ പൊങ്ങി നിൽക്കുകയാണ്. പിന്നെ നമ്മുടെ വഴിയെല്ലാം നമ്മുടെ തെന്നുമൊക്കെ ചെയ്യും. അപ്പം കഴിവതും കുട്ടികളെ ഒഴിവാക്കാൻ നോക്കുക. കാരണം ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വരാറുണ്ട്. ഇത് മോട്ടർ, വെള്ളം, മഴ, നമ്മൾ തെന്നിക്കിടക്കുവാണെങ്കിൽ ആറ്റിൽ വെള്ളമെല്ലാം കൂടുതലാണ്. അപ്പം കഴിവതും കരയ്ക്കൊക്കെ വേണമെന്നുള്ളവർ വന്ന് പിടിക്കാൻ നോക്കുക. നീ അപ്പാപ്പി പറഞ്ഞ് വന്ന് കിട്ടിയില്ലെങ്കിൽ അപ്പാപ്പീനെ നെഗറ്റീവ് കമൻ്റ് ഇട്ട് തകർത്ത് കളയല്ലേ. അപ്പം ശരി.